ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചേക്കുമെന്ന് സൂചന. ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹേമന്ത് സോറന്റെ രാജി സംബന്ധിച്ച് അഭ്യൂഹം ശക്തമായത്. ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനും നീക്കം നടക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, അറസ്റ്റിന്റെ സാധ്യത അത്ര ശക്തമാണോ? എന്താണ് ഈ ചടുലമായ നീക്കത്തിന്റെ പിന്നിൽ? ആർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹേമന്ത് സോറനെ ED വിളിക്കുന്നുണ്ട്. ഓരോ തവണ നോട്ടീസ് കിട്ടുമ്പോഴും ഹേമന്ത് സോറൻ ഹാജരാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ED നിലപാട് കടുപ്പിക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന അഭ്യൂഹം ശക്തമാണ്. അതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാകും. അത് നേരിടാനുള്ള നടപടികളിലേക്ക് ഹേമന്ത് സോറനും കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ഇന്ത്യ മുന്നണിയിൽ പഞ്ചാബിൽ സഖ്യമുണ്ടാകില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ രണ്ടായി മത്സരിക്കും. അതേസമയം ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ ഏർപ്പെടും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ആപ്പുമായി ബന്ധപ്പെട്ട് എന്ത് ധാരണയാണ് ഉരുത്തിരിയുന്നത്? വേണു, ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളും തീരുമാനിച്ചിരുന്നു. ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു. ഇപ്പോൾ പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനം. നിലവിലിപ്പോൾ പഞ്ചാബിലെ ലോക്സഭാ സീറ്റിൽ 8 കോൺഗ്രസിന്റെ കയ്യിലാണ്. അതേസമയം ബാക്കിയുള്ള 2 BJPയും മറ്റൊന്ന് ശിരോമണി അകാൽ ദളിന്റെ കയ്യിലാണ്. പക്ഷേ പഞ്ചാബിൽ ഒരു BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. BJP മുഖ്യ ശത്രുവായി എടുത്ത് മാത്രമേ ഒരു സഖ്യം ഉണ്ടാവുകയുള്ളൂ എന്നത് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം പറഞ്ഞിരുന്നു. ഡൽഹിയിലാണെങ്കിൽ 7 ലോക്സഭാ സീറ്റിൽ 7 BJPയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തോടുകൂടി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതൊക്കെ സീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുകയുള്ളൂ. പക്ഷേ ഡൽഹിയിൽ സഖ്യമായും അതേസമയം തന്നെ പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇരു പാർട്ടികളും കടന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യത്തിലും സമാനമായ ചർച്ചകൾ നടന്നു വരികയാണ്. ശരി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.